ധ്യാനം ചെയ്യുമ്പോൾ കരയുന്നത് ശരിയായ ഒരു ധ്യാനത്തിൻ്റെ ലക്ഷണമല്ലെങ്കിൽ പോലും അതൊരു തുടക്കമാണ്. അതൊരു ആന്തരിക അനുഭവത്തിൻ്റെ ഭാഗമായി മാറും. ധ്യാന സമയത്ത് മനസ്സിൽ അടങ്ങിയിരിക്കുന്ന ആ വിഷാദം, സമ്മർദ്ദം, വേദന അതെല്ലാം പുറത്തു വരുമ്പോൾ അത് കണ്ണുനീരായിട്ട് വരും. ആത്മാവിൽ ഒരു ദിവ്യസ്പർശം അനുഭവിക്കുമ്പോൾ അതിൻ്റെ ആനന്ദത്തിൽ കരച്ചിൽ സ്വാഭാവികമായിട്ട് വരും. ഹൃദയം ശുദ്ധീകരിക്കപ്പെടുമ്പോഴും മനസ്സിലെ ഭാരങ്ങൾ തീർന്നു പോകുമ്പോഴും കണ്ണുനീർ വരും. കണ്ണുനീർ ധ്യാനത്തിൻ്റെ പ്രധാന ഒരു ലക്ഷണമല്ലെങ്കിൽ പോലും അത് മനസ്സ് തുറന്ന് ശുദ്ധിയിലേക്ക് കടക്കുമ്പോഴുണ്ടാകുന്ന ഒരു സ്വാഭാവികമായ പ്രതികരണമാണ്. മനസ്സിലെ ഭാരങ്ങൾ ഒഴുകിപ്പോകുമ്പോൾ അത് ദുഃഖത്തിൻ്റെ കണ്ണുനീരായിട്ട് അറിയാം. ആത്മാവ് ദൈവിക സ്പർശം അനുഭവിക്കുമ്പോൾ ആനന്ദത്തിൻ്റെ കണ്ണുനീരാകും അത്. ദൈവത്തോട് ഹൃദയബന്ധം ആഴപ്പെടുമ്പോൾ അത് ഭക്തിയുടെ കണ്ണുനീരാകും. ഈ ധ്യാന സമയത്ത് കണ്ണുനീർ വരുമ്പോൾ അത് പലതരത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ദുഃഖത്തിൻ്റെ കണ്ണുനീരാകുമ്പോൾ ഹൃദയം ഭാരമായിട്ട് തോന്നും. പഴയ ഓർമ്മകൾ, വിഷാദം, നഷ്ടബോധം ഇതെല്ലാം മനസ്സിലേക്ക് ഉയരും. കണ്ണുനീർ ഒഴുകിയതിന് ശേഷം മനസ്സൽപ്പം ഭാരം കുറയുന്നത് പോലെ തോന്നും. അതേസമയം ആനന്ദത്തിൻ്റെ കണ്ണുനീരാകുമ്പോൾ മനസ്സ് വളരെ ലഘുവായി പ്രകാശം നിറഞ്ഞതുപോലെ തോന്നും. ശരീരത്തിൽ ഒരു ഉന്മേഷം, ചൂട്, സന്തോഷം ഇതെല്ലാം അനുഭവപ്പെടാൻ പറ്റും. കണ്ണുനീർ വന്നാലും ഉള്ളിൽ വലിയൊരു ശാന്തിയും ഒരു സുഖവും അനുഭവപ്പെടും. ഭക്തിയുടെ കണ്ണുനീരാകുമ്പോൾ ദൈവ സാന്നിധ്യം തൊട്ട് നമ്മളെ സ്പർശിക്കുന്നത് പോലെ ഭക്തി നിറഞ്ഞ വികാരങ്ങളായിട്ട് കണ്ണുനീർ വരും. ഞാൻ ചെറിയവനാണ്, ദൈവം അനന്തമാണ് എന്നൊരു വിനയം, ഒരു സമർപ്പിത മനോഭാവം ഉണ്ടാകും. മനസ്സിൽ പ്രാർത്ഥന സ്വാഭാവികമായി ഒഴുകിയെത്തും. അപ്പോൾ കണ്ണുനീര് വരും. കണ്ണുനീർ വന്നതിന് ശേഷം മനസ്സ് കൂടുതൽ സമാധാനത്തിലും പ്രകാശത്തിലുമാകുമ്പോൾ അത് ശരിയായ ആത്മീയ മുന്നേറ്റത്തിൻ്റെ അടയാളമാണ്. കണ്ണുനീർ വന്നിട്ടും കൂടുതൽ കലഹം, ഭാരബോധമുണ്ടെങ്കിൽ അത് മനസ്സിലെ അടക്കിയ വികാരങ്ങൾ പുറത്തു വരുന്നതിൻ്റെ ഘട്ടമാണ്. അതും പോസിറ്റീവാണ്. കാരണം അത് ഒരു ശുദ്ധീകരണമാണ്. കണ്ണുനീർ വരുമ്പോൾ അതുകൊണ്ട് ആരും പേടിക്കണ്ട. അത് ധ്യാനത്തിൻ്റെ പ്രകൃതിദത്തമായ ഒരു പ്രതികരണമാണ്. ധ്യാന സമയത്ത് കണ്ണുനീർ വരുമ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു ധ്യാനം ചെയ്യുന്ന ആൾ അറിഞ്ഞിരിക്കണം. ഒരിക്കലും അതിനെ തടയാൻ ശ്രമിക്കരുത്. കണ്ണുനീർ സ്വാഭാവികമായിട്ടും വരട്ടെ. തടയാൻ ശ്രമിക്കുമ്പോൾ മനസ്സിൽ കൂടുതൽ സംഘർഷമാണ് ഉണ്ടാകുന്നത്. സാക്ഷിയായി മാത്രം നിലകൊള്ളുക. ഞാൻ കരയുന്നു എന്നതല്ല ചിന്തിക്കേണ്ടത്. എൻ്റെ ഉള്ളിൽ വികാരമുയർന്ന് കണ്ണുനീർ ഒഴുകുന്നു എന്ന് സാക്ഷിയായിട്ട് മാത്രം കാണുക. ഇതിലൂടെ വികാരം നിങ്ങളെ നിയന്ത്രിക്കാതെ നിങ്ങളത് ശ്രദ്ധിക്കാനാണ് പഠിക്കുന്നത്. ശ്വാസത്തിലേക്ക് തിരികെ വരിക. കണ്ണുനീർ വന്നാലും സാവധാനം ശ്വാസോച്ഛ്വാസത്തെ വീണ്ടും ശ്രദ്ധിക്കുക. ശ്വാസം തന്നെയാണ് മനസ്സിനെ വീണ്ടും കേന്ദ്രീകരിക്കുന്ന ഒരു ശക്തി. ഈ കണ്ണുനീർ ശുദ്ധീകരണമായിട്ട് മാത്രം കാണുക. കണ്ണുനീർ വന്നാൽ എൻ്റെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് ധരിക്കുക. അതിലൂടെ കുറ്റബോധമോ പേടിയോ ഇല്ലാതെ വികാരങ്ങളെ സ്വീകരിക്കാൻ കഴിയും. ധ്യാനം കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം ഇരിക്കുക. കണ്ണുനീർ വന്നതിന് ശേഷം ഉടനെ എഴുന്നേൽക്കാതെ ചില നിമിഷങ്ങൾ ശാന്തമായി അവിടെ തന്നെ ഇരിക്കുക. ഉള്ളിലെ ശാന്തിയും ലഘുത്വവും ശ്രദ്ധിക്കുക. ധ്യാനത്തിൽ കണ്ണുനീർ വരുന്നത് ഒരു തടസ്സമായിട്ട് കാണരുത്. അത് മനസ്സിൻ്റെ ശുദ്ധീകരണവും ആഴത്തിലുള്ള ആത്മീയ സ്പർശവുമായിട്ട് മനസ്സിലാക്കണം. അതിനെ തടയാതെ സാക്ഷിയായി കാണുകയും ശ്വാസത്തിലൂടെ വീണ്ടും കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ ധ്യാനം കൂടുതൽ ആഴത്തിലാകും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.